ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങളായ ശനി, വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സംഭവിച്ചു കഴിഞ്ഞു. 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനം രാശിയിലേക്കും, മെയ് 14 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും, മെയ് 18 രാഹു മീനം രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്കും, കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്കും സംക്രമിച്ചു. ഇനി ശനി രാശി മാറുന്നത് 2.5 വർഷത്തിന് ശേഷവും, രാഹുവും കേതുവും 1.5 വർഷത്തിന് ശേഷവും, വ്യാഴം അതിചാരവും വക്രഗതിയും ഒഴിച്ചാൽ 1 വർഷത്തിന് ശേഷവുമാണ് രാശിമാറ്റം സംഭവിക്കുന്നത്. ശനി, വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ഈ വർഷത്തെ രാശിമാറ്റം എല്ലാം തന്നെ ആർക്കൊക്കെയാണ് അനുകൂലമാകുന്നത്, ഭാഗ്യാനുഭവങ്ങളും സമ്പത്തും ശ്രേയസ്സും വർദ്ധിച്ച് ആരുടെയൊക്കെ ജീവിതമാണ് സുലഭമാകുന്നത്, നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇതിൽ പ്രഥമ സ്ഥാനത്തുള്ളത് ഇടവക്കൂറുകാരാണ്. കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശനി 11ാം ഭാവത്തിലും വ്യാഴം 2ാം ഭാവത്തിലുമായി ഏറെ അനുകൂലമായ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ആയതിനാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും ഉള്ളവ വിപുലീകരിക്കുവാനും സാധിക്കും. സമസ്ത മേഖലകളിലും കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയുന്നതാണ്. ഐശ്വര്യം വർദ്ധിക്കുകയും ആഗ്രഹങ്ങൾ സഫലമാവുകയും ചെയ്യും. വിവാഹ തടസ്സങ്ങൾ നീങ്ങും. ആരോഗ്യം മെച്ചപ്പെടും. രോഗഗ്രസ്തർക്ക് രോഗശാന്തി ഉണ്ടാകും. ഗ്രഹത്തിലെ മുതിർന്നവർക്കും സന്തോഷം ഭവിക്കും. പൂർവിക സ്വത്തുകൾ അനുഭവത്തിൽ വന്നെത്തും. സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ്. പേരും പെരുമയും ആർജിക്കുകയും സമൂഹത്തിലുള്ള മതിപ്പ് വർദ്ധിക്കുകയും ചെയ്യും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും. വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും വിജയം ഉറപ്പിക്കാൻ ആകും. മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും. തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ്. വിദേശത്ത് തൊഴിൽ തേടുന്നവർക്കും ആഗ്രഹം സഫലമാകും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുള്ള സാധ്യതയും ഉണ്ട്. സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും. ചൂതുകളിയുടെ ദേവത കൂടിയായ ശനി ലാഭസ്ഥാനത്ത് ആയതിനാൽ ഓഹരി വിപണിയിലും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. സർവേശ്വരകാരകനായ വ്യാഴം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അവസരമാണ്. സംസാരത്തിൽ പക്വത നിഴലിക്കും. വാക്കുകൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടും. ഉപദേശം തേടി മറ്റുള്ളവർ സമീപിച്ചേക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. 1 വർഷമായി അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. എല്ലാ മേഖലകളിലും ഒരു പുരോഗതി ദൃശ്യമാകും. ജീവിതം പ്രസന്നവും സന്തോഷഭരിതവും ആകും. കാത്തിരുന്ന പല കാര്യങ്ങളും അനുഭവത്തിൽ വരും. അവിവാഹിതർക്ക് വിവാഹത്തിൻ്റെ കാലമാണ്. പുതിയ ഭവനത്തിൽ താമസിക്കുവാൻ യോഗമുണ്ടാകും. ചിന്തകൾക്ക് തെളിമയും ആശയവിനിമയശേഷി വർദ്ധിക്കുകയും ചെയ്യും. പുരോഗതിയിലേക്ക് വഴി തുറക്കപ്പെടും. തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ വന്നെത്തും. ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിച്ചതുപോലുള്ള സ്ഥാനക്കയറ്റം, വേതന വർധനവ്, ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവയുണ്ടാകും. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്ര ചുമതല വഹിക്കാനാകും. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും. സാമ്പത്തിക മേന്മ കടമകൾ നിറവേറ്റും. വിദേശയാത്രയ്ക്ക് ഭാഗ്യം തെളിയും. ശത്രുക്കൾ മിത്രങ്ങളാകും. ദാമ്പത്യ സുഖം അനുഭവിക്കും. സന്തതികൾ മൂലം സന്തോഷം ഉണ്ടാകും.
ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക നില മെച്ചപ്പെടും. ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദൂരയാത്രകൾ ഗുണകരമാകും. ഉല്ലാസയാത്രയ്ക്കും യോഗമുണ്ട്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സമ്മാനിതരാകും. ഇതിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് തുലാക്കൂറുകാരാണ്. ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗമടങ്ങിയ തുലാക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലും ശനി ഇഷ്ടസ്ഥാനമായ 6-ാം ഭാവത്തിലും കേതു 11-ാം ഭാവത്തിലും ആണ് സഞ്ചരിക്കുന്നത്. ഇവർക്കിനി ഭാഗ്യാനുഭവങ്ങളുടെയും നേട്ടങ്ങളുടെയും കാലമാണ്. അനിഷ്ടഭാവമായ 12-ൽ നിന്നും നീങ്ങി ഇഷ്ടഭാവമായ 11-ലേക്കാണ് കേതു വന്നത്. സാമ്പത്തിക നില മെച്ചപ്പെടും. നേർവഴികളിലൂടെയും കുറുക്ക് വഴികളിലൂടെയും സമ്പാദ്യമുണ്ടാകും. കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും. ആഡംബര വസ്തുക്കൾ വാങ്ങും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. സകുടുംബം വിനോദയാത്രകൾക്കും തീർത്ഥാടനത്തിനും അവസരം ലഭിക്കും. വയോജനങ്ങളുടെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. പൊതുരംഗത്ത് മാന്യത വർദ്ധിക്കും. സ്ഥാനലബ്ധിയും അർത്ഥലാഭവും കരഗതമാകും. ശനി ഇഷ്ടസ്ഥാനമായ 6-ാം ഭാവത്തിലാണ്. സിവിൽ സർവീസ് പരീക്ഷയിലും നീറ്റ് പരീക്ഷയിലും മറ്റ് മത്സര പരീക്ഷകളിലും വിജയിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നത് സഫലമാകും. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും. ഐശ്വര്യം വർദ്ധിക്കും. ഭോജനസുഖം ലഭിക്കും. ധനം പല വഴികളിലൂടെ വന്നു ചേരും. ശത്രുക്കളുടെ ശല്യം ഇടയ്ക്കിടെ ഉണ്ടായാലും അവയൊക്കെ മറികടക്കും. തൊഴിലിലെ ആലസ്യം മാറി നവോന്മേഷം സംജാതമാകും. വ്യാപാരികൾക്ക് കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ സാധിക്കും. സാമ്പത്തിക ദുരിതത്തിന് ആശ്വാസം വന്നെത്തുന്നതാണ്. രോഗാരിഷ്ടതകളാൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഉചിതമായ ചികിത്സ ലഭിക്കും. അന്യദേശത്ത് പല കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് പ്രസ്തുത ക്ലേശത്തിന് പരിഹാരമാകും. മുടങ്ങിക്കിടന്ന വീട്ടുപണി തുടരുവാനും പൂർത്തിയാക്കുവാനും സാധിക്കും. സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠകൾക്ക് പരിഹാരമാകും. ചിട്ടി, ലോട്ടറി, ഊഹക്കച്ചവടം എന്നിവയിലൂടെ നേട്ടമുണ്ടാകും. വ്യാഴത്തിൻ്റെ സഞ്ചാരം 9-ാം ഭാവത്തിലാണ്. കാലവിളംബം മാറി കാര്യലാഭം ഭവിക്കും. സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും. സമൂഹമധ്യത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും. ലഘുപ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പുഷ്ടി ഉണ്ടാകും. കുടുംബസ്വത്തിൽ അർഹമായ വിഹിതം ലഭിക്കുന്നതായിരിക്കും. പ്രണയസാഫല്യം, വിവാഹയോഗം, സന്താനഭാഗ്യം എന്നിവയും ഉണ്ടാകും. വിദേശത്തു നിന്നും മടങ്ങി വന്നവർക്ക് നാട്ടിൽ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കുകയും മനസ്സുഖം ഉണ്ടാവുകയും ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട്. ശത്രുശല്യം കുറയും. കർമ്മരംഗം അഭിവൃദ്ധി പ്രാപിക്കും. കഴിഞ്ഞ 1 വർഷമായി അനുഭവപ്പെട്ട തടസ്സങ്ങളും ടെൻഷനും പിരിമുറുക്കവും അകലും. അഭിപ്രായ വ്യത്യാസം മൂലം അകന്നു നിന്ന ജീവിത പങ്കാളികൾക്ക് വീണ്ടും ഒന്നിക്കുന്നതിനുള്ള അനുകൂലമായ തീരുമാനം ഉണ്ടാകും. വരുമാനത്തിൽ വർധനവുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. പുതിയ വാഹനം സ്വന്തമാക്കും. തൊഴിൽ മേഖലയിലും സാമ്പത്തിക സ്ഥിതിയിലും പുരോഗതി ദൃശ്യമാകും. ബിസിനസ്സിൽ പുതിയ പങ്കാളികൾ വന്നുചേരും. പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ്. അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും ധനം വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനിതരാകും. ഇതിൽ 3-ാമതായുള്ളത് ധനുക്കൂറുകാരാണ്. മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവും അടങ്ങിയ ധനുക്കൂറുകാർക്ക് രാഹു 3-ാം ഭാവത്തിലും വ്യാഴം 7-ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. പാപഗ്രഹങ്ങൾ 3-ാം ഭാവത്തിൽ ഗുണം ചെയ്യുന്നു. 4-ാം ഭാവത്തിലെ കണ്ടകശനിയുടെ ദോഷങ്ങൾക്ക് 3-ാം ഭാവത്തിലെ രാഹു മറുമരുന്നാണ്. കുംഭത്തിലെ രാഹു ധനുക്കൂറുകാർക്ക് ധാരാളം നേട്ടങ്ങൾ സമ്മാനിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ കഴിയും. നവമാധ്യമങ്ങളിൽ പുതിയ ആശയങ്ങളുമായി മുന്നോട്ടു പോകുവാൻ കഴിയുന്നതാണ്.
നിലവിലെ ജോലിയിൽ പുരോഗമനപരമായ മാറ്റം അനുഭവപ്പെടും. പ്രമുഖരായവരുടെ സഹായവും സഹകരണവും ലഭിക്കും. കുടുംബജീവിതം ഐശ്വര്യപൂർണ്ണമാകും. ഭക്ഷണകാര്യത്തിൽ സംതൃപ്തിയും ശയനസുഖവും ലഭിക്കും. സമൂഹത്തിൽ അംഗീകാരം വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കും. മാനസികം ശാരീരികമായ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകുന്നതാണ്. ഗവേഷണം ഭംഗിയായി പൂർത്തീകരിക്കുവാനാകും. ഔദ്യോഗിക രംഗത്തും ഗുണാനുഭവങ്ങൾ വന്നുചേരും. വ്യാഴം ഏറ്റവും അനുഗുണമായ ഫലങ്ങൾ നൽകുന്ന 7ാം ഭാവത്തിലാണ്. ദാമ്പത്യ ജീവിതം ഊഷ്മളമാകും. പരസ്പരം ഉത്തരവാദിത്വബോധവും വിശ്വാസവും വർദ്ധിക്കും. ബിസിനസ് വിപുലീകരണം സാധ്യമാകും. കൂട്ടു ബിസിനസ്സുകൾ പ്രയോജനകരമാകും. തൊഴിൽപരമായ യാത്രകൾ പ്രയോജനപ്പെടും. മംഗല്യ തടസ്സങ്ങൾ നീങ്ങി ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. ഗ്രഹസുഖം അനുഭവപ്പെടും. ഐശ്വര്യം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും. വ്യാപാര രംഗത്ത് ഫലപ്രാപ്തി കൂടും. തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ കുറയും. ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ശമ്പളത്തോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലമാറ്റം ഉണ്ടാകുന്നതാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം അനുകൂലമാണ്. ഉന്നത സ്ഥാനീയർ ആയവരുടെ സഹായം ലഭിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതൽ ധനം വന്നുചേരും. പുതിയ വാഹനമോ വീടോ ഫ്ലാറ്റോ സ്വന്തമാക്കും. ഗൃഹനിർമ്മാണത്തിന് തുടക്കമിടുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കും. പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഔദ്യോഗിക ജീവിതം തൃപ്തികരമാകും. ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നതാണ്. പിണങ്ങിപ്പിരിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങുവാനാകും. ജീവിത പങ്കാളിയുടെ സ്വത്തോ സമ്പാദ്യമോ ആവശ്യത്തിന് ഉതകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ചയുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട്. ഇതിൽ 4ാമതുള്ളത് ചിങ്ങക്കൂറുകാരാണ്. മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് സർവേശ്വരകാരകനായ വ്യാഴം 11ാം ഭാവത്തിലാണ്. ഇത് വ്യാഴത്തിൻ്റെ ഏറ്റവും അനുകൂല ഭാവമാണ്. 12 വർഷത്തിലൊരിക്കൽ മാത്രം കൈവരുന്ന ഏറെ അനുകൂല അവസരമാണ് ഇത്. അതിപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് സ്വന്തമാണ്. വ്യാഴം ഏറെ അനുകൂലമായ സ്ഥാനത്ത് ആയതുകൊണ്ട് മറ്റു ദോഷങ്ങളെപ്പറ്റി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇനിയുള്ളത് ജീവിതത്തിൽ വലിയ വിജയത്തിൻ്റെ കാലഘട്ടമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു തുടങ്ങും. പണം സമ്പാദിക്കാനുള്ള വഴി എളുപ്പമാകും. സാമ്പത്തിക പ്രശ്നങ്ങൾ അകലുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. തൊഴിൽ അന്വേഷകർക്ക് നല്ല ജോലി ലഭിക്കും. ഉദ്യോഗസ്ഥൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും. കിട്ടില്ല എന്ന് കരുതിയിരുന്ന ധനം വന്നുചേരും. വ്യവഹാരങ്ങളിൽ വിജയിക്കും. കലാ സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. അവാർഡും അംഗീകാരവും തേടിവരും. പ്രശസ്തി വർദ്ധിക്കും. എല്ലാ മേഖലയിലും ഒരു ആത്മവിശ്വാസം തോന്നും. എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങാനും വിജയിക്കുവാനും കഴിയുന്നതാണ്. ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാകും. യുവാക്കൾക്ക് പുതിയ പ്രണയവും വിവാഹവും നടക്കും. കുടുംബത്തിൽ നിന്ന് വസ്തു, വീട്, ധനം എന്നിവ ലഭിക്കാൻ യോഗമുണ്ട്. രോഗമുക്തിയും ഗ്രഹസുഖവും ഐശ്വര്യവും അനുഭവപ്പെടും. ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റും. തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയും. വിദേശത്തു നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം നേടാനാകും. തൊഴിൽ മേഖലയിലെ അശാന്തി അവസാനിക്കും. തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനമില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ മുതൽ മുടക്കുകൾക്ക് അനുസരിച്ച് ലാഭം വർദ്ധിക്കും. ഇതിൽ 5ാമത് വരുന്നത് കുംഭക്കൂറുകാരാണ്. അവിട്ടം അവസാന പകുതിയും ചതയവും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് സർവേശ്വരകാരകനായ വ്യാഴം 5ാം ഭാവത്തിൽ ആത്മസ്ഥാനത്ത് ആണ് സഞ്ചരിക്കുന്നത്. ഇവർക്കും മറ്റു ദോഷങ്ങളെപ്പറ്റി വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. മനസ്സുഖം അനുഭവപ്പെടും. ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടും.
തൊഴിൽ മേഖലയിലെ പ്രതിബന്ധങ്ങൾ ഒഴിവാകും. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഏകോപിപ്പിക്കുവാൻ കഴിയും. ഉപരി വിദ്യാഭ്യാസത്തിന് മികച്ച അവസരങ്ങൾ സംജാതമാകുന്നതാണ്. പ്രണയസാഫല്യം, വിവാഹസ്ഥിതി, ദാമ്പത്യ സൗഖ്യം എന്നിവ അനുഭവത്തിൽ വരും. സന്താന ജന്മം കൊണ്ട് ഗ്രഹം സന്തോഷഭരിതമാകും. സാമ്പത്തികമായി സുസ്ഥിരത്വം സിദ്ധിക്കുന്നതാണ്. താൽക്കാലിക ജോലിയിൽ സ്ഥിരത്വം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തും. അന്യദിക്കിൽ നിന്നും സ്വദേശത്തേക്ക് മാറ്റം കിട്ടിയേക്കാം. കലാപ്രവർത്തകർക്ക് ധാരാളം അവസരങ്ങൾ കൈവരിക്കാനാകും. പൊതുപ്രവർത്തകർക്ക് അംഗീകാരമുണ്ടാകും. ജീവകാരുണ്യപരമായ കർമ്മങ്ങൾ ചെയ്യും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ വളർച്ചയും കൈവരുന്നതാണ്. ഉന്നത വ്യക്തികളുമായുള്ള സഹവാസം ഉണ്ടാകും. ശത്രുക്കളുടെ ഉപദ്രവം കുറയും. തൊഴിലിൽ സംതൃപ്തി അനുഭവപ്പെടും. സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങളെക്കൊണ്ട് ഗുണവും ഉണ്ടാകും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുവാനാകും. പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും. വിദ്യാർത്ഥികൾ പ്രത്യേക ശ്രദ്ധയോടെ പഠിക്കണം. മത്സര പരീക്ഷകളിൽ വിജയിക്കും. നല്ല സൗഹൃദങ്ങൾ നേട്ടങ്ങൾ നൽകും. ഇതിൽ ആറാമത് വരുന്നത് കന്നിക്കൂറുകാരാണ്. ഉത്തരം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് വ്യാഴം 10ാം ഭാവത്തിലും രാഹു 6ാം ഭാവത്തിലും ആണ് സഞ്ചരിക്കുന്നത്. 7ാം ഭാവത്തിലെ കണ്ടകശനിയുടെ ദോഷങ്ങൾക്ക് 6ലെ രാഹു പരിഹാരം ആണ്. 6ാം ഇടത്തിലെ പാപഗ്രഹങ്ങൾ വലിയ തോതിലുള്ള നേട്ടങ്ങൾക്ക് കാരണമാകും. രാഹുവിൻ്റെ 6ാം ഭാവത്തിലെ സഞ്ചാരം അപ്രകാരം ഗുണകരമാണ്. ജീവിത നിലവാരം ഉയരും. സാമ്പത്തിക ക്ലേശം നീങ്ങിത്തുടങ്ങും. നിക്ഷേപങ്ങൾ വർദ്ധിക്കും. കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനോ വേതന വർധനവോ ലഭിക്കുന്നതാണ്. രോഗദുരിതങ്ങൾ നിയന്ത്രണത്തിലാകും. ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം വഴിമാറിപ്പോകും. കുടുംബസൗഖ്യം അനുഭവപ്പെടും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാണ്. സാമൂഹ്യമായ അംഗീകാരം വർദ്ധിക്കും. പ്രതാപശക്തിയും ബന്ധുസമാഗമവും സാധ്യമാകും. വ്യാഴം 10ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 10ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം അത്ര മെച്ചം അല്ല എങ്കിലും കന്നിക്കൂറിൻ്റെ അധിപനും വ്യാഴം സഞ്ചരിക്കുന്ന മിഥുനക്കൂറിൻ്റെ അധിപനും ബുധൻ ആയതിനാൽ പ്രസ്തുത ഭാവത്തിലെ ദോഷങ്ങൾ ഇവരെ സ്വാധീനിക്കാറില്ല എന്ന് മാത്രമല്ല നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. 2, 4, 6 എന്നീ ഭാവങ്ങളിലേക്ക് പൂർണ്ണ ദൃഷ്ടി ഉള്ളതിനാൽ കഴിയുന്നത്ര പണം സ്വരൂപിക്കുവാനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും സാധിക്കും. കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ഏതറ്റം വരെയും പോകും. മാതാപിതാക്കളുടെ ആരോഗ്യം മെച്ചപ്പെടും. പരമ്പരാഗത തൊഴിലുകളിൽ നിന്നും ആദായം ഉണ്ടാകും. ഋണബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതാണ്. പുതിയ ചില ബാധ്യതകൾ ഉടലെടുത്തേക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഇണക്കവും പിണക്കവും തുടർക്കഥകളാകും. കുടുംബാംഗങ്ങൾക്കിടയിലെ പരസ്പര സ്നേഹം വർദ്ധിക്കും. ആഡംബരത്തിനു വേണ്ടി പണം ചെലവഴിക്കും. ദൂരദേശ യാത്രയ്ക്കും വിദേശയാത്രയ്ക്കും അവസരം ഉണ്ടാകും. ഗവേഷകർക്കും കലാകാരന്മാർക്കും പ്രശസ്തി നേടാനാകും. തൊഴിൽ തേടുന്നവർക്ക് വരുമാനമാർഗം തുറന്നു കിട്ടും. കർമ്മരംഗത്ത് ഉദാസീനതയും ഉന്മേഷരാഹിത്യവും അനുഭവപ്പെട്ടാലും അതിജീവിക്കുവാൻ കഴിയും. കാര്യനിർവഹണത്തിന് സാമ്പത്തികം തടസ്സമാകില്ല. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ വേണം. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.